9ാം ക്ലാസ്സിലെ ഏരിയ എന്ന ചാപ്റ്ററിലെ ചില ടെക്സ്റ്റൽ പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. 3ാമത്തെ പ്രോബ്ലം ഞാനിവിടെ 3, 4, 5 ഇങ്ങനെ 3 പ്രോബ്ലംസ് ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ 3 പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. ഏരിയ എന്ന ചാപ്റ്ററിലെ ചില കോൺസെപ്റ്റുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നോക്കി പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ശരിക്കും നോക്കുക. ഇൻ ദ പിക്ചർ ബിലോ the top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 joined to the other 2 vertices. Prove that the areas of all 3 triangles in the picture on the right are equal to a third of the area of the whole triangle. That's a question. താഴെ തന്നിട്ട് 2 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, 2 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്തു. അതൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ദെൻ ഇവിടെ ആ മിഡ് പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഈ 2 സൈഡുകൾ അല്ലേ ഒരേ ലെങ്ത് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവയുടെ ലെങ്തുകൾ ഒരേ റേഷ്യോയിലായിരിക്കും പോകുന്നത് അല്ലേ. സെയിം റേഷ്യോ ആണത് അല്ലേ. 1:1, 2:2 അങ്ങനെയുള്ള ഏതെങ്കിലും റേഷ്യോയിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് മിഡ് പോയിൻറ്റിലേക്ക് പോകുമ്പോൾ ഈ ബേസിൻ്റെ ഈ 2 ഭാഗത്ത് റേഷ്യോ തന്നെയായിരിക്കും ഇതിനെ 2ആയി തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ സിമിലർ റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അല്ലേ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ 2 ഡിവൈഡ് ചെയ്യുന്ന 2 ഭാഗത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഒരേ റേഷ്യോയിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രൂവ് ദാറ്റ്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് മൊത്തം ട്രയാങ്കിളിൻ്റെ ഹാഫായിരിക്കും ഇതിൻ്റെ ഏരിയ. ഇതും ഹാഫായിരിക്കും. 1/2 1/2 എന്നുള്ള റേഷ്യോയിലായിരിക്കും പോകുന്നത്. ഇതിൻ്റെ റേഷ്യോയും അല്ലേ ആ 2 റേഷ്യോ തന്നെ ആയിരിക്കും ഇതിൻ്റെ റേഷ്യോയും. ഇത് 1/2 മൊത്തം ട്രയാങ്കിളിൻ്റെ 1/2 ആയിരിക്കും. ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/2:1/2 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ 1/2 ആണ്. ഇതും 1/2 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമുള്ള ട്രയാങ്കിളിൽ അല്ലേ. ഇവിടെ വീണ്ടും ഈ തന്നിരിക്കുന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. ഇവിടെ 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ റേഷ്യോ തന്നെ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയ സിമിലർ റേഷ്യോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ഓൾ 3 ട്രയാങ്കിൾസ്, ഇവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട്, ഇൻ ദ പിക്ചർ ഓൺ ദ റൈറ്റ് ആർ ഈക്വൽ ടു എ തേർഡ് ഓഫ് ദ വെർട്ടെക്സ് ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ. ഹോൾ ട്രയാങ്കിളിൻ്റെ തേർഡ് ഓഫ് ദ ഏരിയ എന്ന് പറഞ്ഞാൽ 1/3 1/3 ഏരിയ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ. ഹോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആൻഡ് 1/3 ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയാസ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് the lengths of the perpendiculars from any point on the bisector of an angle to the sides are equal. Perpendiculars from any point on the bisector of an angle to the sides are equal എന്ന് പ്രൂവ് ചെയ്യണം. 4ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കണം, ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. ആ ബൈസെക്ടർ എൻ്റെ ഒരറ്റത്തുനിന്നും പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ആ സൈഡുകൾ ആംഗിളിൻ്റെ സൈഡ് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം എനി പോയിൻ്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ. ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക, എന്നിട്ട് അവിടെ നിന്ന് 2 സൈഡിലേക്കും പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. 5ാമത്തെ പ്രോബ്ലത്തിൽ ഇൻ ദിസ് പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ ഈക്വൽ. ഹൊറിസോണ്ടൽ ലൈൻസാണ് ഈ കാണിച്ചത്, അത് രണ്ടും ഈക്വലാണ്. മനസ്സിലായോ? ഹൊറിസോണ്ടൽ ലൈൻസ് ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരലലാണ്. പ്രൂവ് ദാറ്റ് ദ യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾസ് ആർ ഓഫ് ദ സെയിം ഏരിയ. ഇവിടുത്തെ യെല്ലോ ട്രയാങ്കിളിൻ്റെയും റെഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ചിത്രത്തിലെ ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലുള്ളതും താഴെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് പ്രൂവ് ചെയ്യേണ്ടത് ഈ യെല്ലോ ട്രയാങ്കിളിൻ്റെയും അതുപോലെ റെഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയാസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത്രയും 3 ചോദ്യങ്ങൾ അതിനകത്ത് തന്നിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങളും നമുക്ക് ചെയ്യണം.
അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രാംസാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് ട്രയാങ്കിൾ ABC വന്നിട്ടുണ്ട്. ഡി ആണ് മിഡ് പോയിൻ്റ്. ഡി മിഡ് പോയിൻ്റാണ്. ദെൻ എയിൽ നിന്ന് ഡിയിലേക്കാണ് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ABDയുടെ ഏരിയ, ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ABDയുടെ ഏരിയയും ട്രയാങ്കിൾ ADCയുടെ ഏരിയയും മനസ്സിലായി ഒന്ന് തന്നെ ആയിരിക്കും. ഹാഫ് ആൻഡ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഹാഫ് ആയിരിക്കും, ഇതിൻ്റെ ഏരിയയും ഹാഫ് ആയിരിക്കും. രണ്ടിൻ്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. മനസ്സിലായ പറഞ്ഞത്? എന്താ കാരണം? ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്കാണ് വരച്ചിരിക്കുന്നത്. മനസ്സിലല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ BDയും CDയും ഒരേ റേഷ്യോയിലാണ്. BDയുടെയും CDയുടെയും അല്ലേ റേഷ്യോ ഒരേ റേഷ്യോയിലാണ് പോകുന്നത്. അതുകൊണ്ട് ട്രയാങ്കിൾ ABDയുടെയും ട്രയാങ്കിൾ ACയുടെയും ഏരിയ തമ്മിൽ റേഷ്യോയും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ 1/2:1/2 1:1 റേഷ്യോ തന്നെ പോകും. അതാണ് പ്രത്യേകത. അടുത്തതിൽ ഇവിടെ വീണ്ടും മിഡ് പോയിൻറ്റിലേക്ക് പോകാതെ തന്നെ ഇവിടെ വീണ്ടും ബിയിൽ നിന്ന് ഇയിലേക്കും സിയിൽ നിന്ന് ഇയിലേക്കും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എയും EDയും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അതാണ് ഇവിടെ പ്രത്യേകത. ഇവിടെ ഹാഫ് ആൻഡ് ഹാഫാണ്. മനസ്സിലായ? ട്രയാങ്കിൾ ABC D ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് BC. മനസ്സിലായ? BDയും CDയും ഈക്വലാണ്. കാരണം D മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് BDയും CDയും ഈക്വലാണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABDയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ACDയും ഈക്വൽ ആയിരിക്കും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഓരോന്നും ട്രയാങ്കിൾ ABCയുടെ ഹാഫ് ദ ഏരിയ ആയിരിക്കും. സംശയമില്ലല്ലോ. കാരണം ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ആകെയുള്ള ട്രയാങ്കിളിൻ്റെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായ? പിന്നെ ട്രയാങ്കിൾ AEBയുടെ ഏരിയ, കാരണം AE:ED എന്ന് പറയുന്നത് ഏതാണ്? 2:1 റേഷ്യോ ആണ്. AE:ED എന്താണ്? 2:1 ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്തായിരിക്കും? 2:1 റേഷ്യോ ആകുമ്പോൾ ഈ തന്നിരിക്കുന്ന ABയുടെ ഏരിയ എത്രയാണ്? നേരത്തെ കണ്ടുപിടിച്ച ഹാഫ് എന്ന് പറഞ്ഞു. മൊത്തം ട്രയാങ്കിളിൻ്റെ ഹാഫാണിത് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ABയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE അല്ലെങ്കിൽ AEB, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB, ഏരിയ ഓഫ് ട്രയാങ്കിൾ AEB എന്തായിരിക്കും? ഇതാണ് 2:1 അല്ലേ? അപ്പോൾ മൊത്തമുള്ള ട്രയാങ്കിളിൻ്റെ എത്രയായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടം വരെ 2, ഇവിടെ തൊട്ട് ഇവിടം വരെ 1. അപ്പോൾ 2:1 എന്ന് പറയുന്ന അർത്ഥം എന്താ? 2 3, 2 + 1 3 അല്ലേ? 2/3 അതുപോലെ 1/3 ആ റേഷ്യോയിലാണ് പോകുന്നത്. അപ്പോൾ ആകെയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 2/3 പോർഷനായിരിക്കും ഈ ട്രയാങ്കിൾ AEBയുടെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? ആകെയുള്ള ട്രയാങ്കിൾ ഏരിയ ഇവിടെ ഹാഫായിട്ട് എടുത്തിട്ടുള്ളൂ. മൊത്തം ട്രയാങ്കിളിൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ ഹാഫിൻ്റെ 2/3 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇത് ഹാഫാണെങ്കിൽ അതിൻ്റെ 2/3 പോർഷനാണ് ഇവിടെ കിട്ടുക അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ABയുടെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു 2/3. 2 കട്ടായിപ്പോയി. ഇപ്പോൾ ഇത് കിട്ടും 1/3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പോർഷൻ 1/3 ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/3 പോർഷനാണെന്ന് കിട്ടും. മനസ്സിലായ? ഇതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ DB ആണെങ്കിലോ 2:1 ആയതുകൊണ്ട് ഈ മൊത്തം ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എത്ര ഭാഗമായിരിക്കും അത്? ഇത് 2/3 ആണെങ്കിൽ മറ്റേതായിരിക്കും? 1/3 ആയിരിക്കും. 1/3 പോർഷൻ ആയിരിക്കും. അപ്പോൾ മൊത്തമുള്ള ട്രയാങ്കിളിൻ്റെ 1/2 ആണല്ലോ ഈ പോർഷൻ. ഇതും 1/2 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഇത് മൊത്തം ഹാഫിൻ്റെ എത്ര ഭാഗം? 2/3 പോർഷൻ. 2:1 എന്ന് പറഞ്ഞാൽ എന്താ? 2/3യും 1/3 ആണല്ലോ 2:1 എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ അടുത്തെന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതെന്താണ്? ആ ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? ട്രയാങ്കിൾ DB. ട്രയാങ്കിൾ DB ഈക്വൽ ടു മൊത്തം ഹാഫ് അല്ലേ? എൻ്റെ ഇത് ഹാഫായിട്ടുള്ള നമ്മൾ എടുത്താണ്. ഹാഫ് ആൻഡ് ഹാഫാണ്. അതിൻ്റെ ഇത് 2/3 പോർഷൻ, ഇതോ 1/3 പോർഷൻ. ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ്? 2:1 റേഷ്യോ അല്ലേ? 2:1 എന്ന് അർത്ഥം എന്താ? 2/3യും 1/3യുമാണ്. അതുകൊണ്ടാണ് മൊത്തം 3 ആണ് അല്ലേ? 2/3 പോർഷനും 1/3 പോർഷനും. അപ്പോൾ 1/2 ഇൻറ്റു എത്രയാണ്? 1/3. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇത് 1/6 ആണ്.
മനസ്സിലായ? അതുപോലെ ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ട്രയാങ്കിൾ എ ഇ സി എന്തായിരിക്കും? ഈ 1/3 തന്നെ കിട്ടും. കാരണം ആകെയുള്ള ഹാഫാണ്. ഹാഫിൻ്റെ എത്ര ഭാഗം? 2/3 പോർഷൻ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1/3 തന്നെ കിട്ടും. ഇവിടെ അതുപോലെ എന്ത് കിട്ടും? 1/6 തന്നെ കിട്ടും. അല്ലേ? മനസ്സിലായേ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഇ സി എന്ന് പറയുന്നത് എന്താണ്? 1/3 പോർഷനായിട്ട് കിട്ടും. മനസ്സിലായി? ഇതെന്ത് കിട്ടും? 1/6 ആയിട്ട് കിട്ടും. മനസ്സിലായ പറഞ്ഞേ? നമുക്ക് ആവശ്യം എന്താണ്? ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇതെല്ലാം 1/3 പോർഷനായിട്ട്, അതായത് ഇതും ട്രയാങ്കിൾ ബി ഇ സിയും കൂടി 1/3 ആണെന്ന് പ്രൂവ് ചെയ്യണം. 1/3 ആയിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എല്ലാ ട്രയാങ്കിളും 3 ട്രയാങ്കിളായിട്ട് തിരിച്ച് ഇത് 1, ഇത് 1, ഇപ്പോൾ 2, ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, ഇപ്പോൾ 3. അപ്പോൾ ട്രയാങ്കിൾ ബി ഇ സിയുടെ ഏരിയ എന്താണ്? മൊത്തം ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എന്തായിരിക്കും? 1/3 പോർഷനായിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ ബി ഇ സിയുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഇ സി ഈക്വൽ ടു 1/6 + 1/6 അല്ലേ? രണ്ടും കൂടി ചേർന്നല്ലേ? ഇത് 1/6, ഇത് 1/6, 2/6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/3. അപ്പോൾ ഇതും 1/3 തന്നെ. അപ്പോൾ എല്ലാം 1/3 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? The areas of all 3 triangles in the picture on the right are equal to a third of the area of the whole triangle. Whole triangle-ൻ്റെ 1/3 ആണ് എല്ലാത്തിൻ്റെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായ? ഇത് 1/3, ഇത് 1/3, ഇതും 1/3. തേർഡ് ഓഫ് ദ ഏരിയ. ദർഫോർ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതുക. ദർഫോർ the area of the 3 triangles അല്ലേ on the right are equal to a third of the area of the whole triangle. That is the answer. നമ്മൾ ആൻസർ കൊടുക്കണം. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ടു ദ സൈഡ്സ് ആർ ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അതിൻ്റെ ഡയഗ്രമാണ് ഈ കാണിക്കുന്നത്. ഡയഗ്രാം ശ്രദ്ധിക്കുക. അതിന് തന്നിരിക്കുന്ന ഡയഗ്രാം, ദ ലെങ്ത്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ഈ തന്നിരിക്കുന്ന ഒരു ആംഗിളാണ്. മനസ്സിലായോ? ഇവിടെ O എന്ന് പേര് കൊടുക്കാം. ആംഗിൾ എ ഒ ബി. അതിൻ്റെ ബൈസെക്ടറാണ് ഒ സി. ഒ സി ഇസ് ദ ബൈസെക്ടർ അല്ലേ? ഒ സി ഇസ് ദ ബൈസെക്ടർ. ഒ സി ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബിയുടെ ബൈസെക്ടറാണ് ഒ സി എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ സി ഇസ് എ പോയിൻ്റ് ഓൺ ദിസ് ബൈസെക്ടർ ആൻഡ് സി ഒരു പോയിൻ്റ് ആണല്ലോ. ഒ സി ഇസ് ദ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ സി ഒരു പോയിൻ്റാണ്. സി എ പെർപെൻഡിക്കുലർ ടു ഒ എ. അതുപോലെ സി ബി പെർപെൻഡിക്കുലർ ടു ഒ ബി. ഇതിനോട് പെർപെൻഡിക്കുലറാണ്, ഇതിനോട് പെർപെൻഡിക്കുലറാണ് തന്നിട്ടുണ്ട്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സി എയും സി ബി ആ തന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനുകളുടെ ലെങ്ത് ഈക്വലാണ് പ്രൂവ് ചെയ്യണം. സി എ ഇസ് ഈക്വൽ ടു സി ബി എന്ന് പ്രൂവ് ചെയ്യണം. സി എ ഇസ് ഈക്വൽ ടു സി ബി നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 2 ട്രയാങ്കിൾസ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2 ട്രയാങ്കിളുണ്ട്. ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ഒന്ന് ഒ എ സിയും മറ്റൊന്ന് ഒ ബി സിയും. 2 ട്രയാങ്കിളുണ്ട്. 2 ട്രയാങ്കിൾസ് ആർ ഹിയർ. ആ 2 ട്രയാങ്കിളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെ 2 ട്രയാങ്കിൾ? കൺസിഡറിങ് ട്രയാങ്കിൾ ഒ എ സി ആൻഡ് ഒ ബി സി. ട്രയാങ്കിൾ ഒ ബി സി. 2 ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നത്? ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രി അല്ലേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർപെൻഡിക്കുലറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് പെർപെൻഡിക്കുലർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി 90 ഡിഗ്രി. ഇതും 90 ഡിഗ്രി ഈക്വലാണ്. അതായത് ഒ എ സിയും ഇത് ഒ ബി സിയും അത് രണ്ടും 90 ഡിഗ്രിയാണ്. മനസ്സിലായി പറഞ്ഞത്? പിന്നെ ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ സിയും ഈക്വലാണ്. ബൈസെക്ടറാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ സി. റീസൺ എന്താ? ഒ സി ഇസ് ദ ബൈസെക്ടർ. ഒ സി ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒ സി ബൈസെക്ടർ.
ഒ സി ബൈസെക്ടർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒ സി ബൈസെക്ടർ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, അത് ഈക്വലായിട്ട് നമ്മുടെ എക്സ് ആണെന്നതിനെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഒ സി ബൈസെക്ടർ ആയതുകൊണ്ട് ഇത് എക്സ് ഇത് എക്സ് രണ്ടും ഒരേ ആംഗിൾ തന്നെ ആയിരിക്കും. മനസ്സിലായി? ഇത് 90 ഡിഗ്രി ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് എക്സ് ഡിഗ്രി വീതം, ബൈസെക്ടർ ആയതുകൊണ്ട് എക്സ് ഡിഗ്രി വീതം അല്ലേ. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വലാണ്, 90 ഡിഗ്രി ഈക്വലാണ്. ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ സിയും ഒ സി ബൈസെക്ടർ ആയതുകൊണ്ട് അതും ഈക്വലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇത് എക്സ് ഇത് 90 അല്ലേ, എങ്കിൽ ഈ ആംഗിളിനോട് എന്ത് ചെയ്യണം, 180 മൈനസ് എക്സ് പ്ലസ് 90 ചെയ്താൽ മതി. അതുപോലെ ഇവിടെ 180 മൈനസ് എക്സ് പ്ലസ് 90 ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വലാണെന്ന് കിട്ടും. മനസ്സിലായോ? ഈ ആംഗിളിൻ്റെ മെഷർമെൻ്റ് എന്തായിരിക്കും, ഇത് എക്സും ഇത് 90ആണ്. അപ്പോൾ ഈ ആംഗിളിൽ നിന്ന് 180 മൈനസ് എന്ത് കിട്ടും, 180 മൈനസ് എക്സ് പ്ലസ് 90. ഈ എക്സ് പ്ലസ് 90 എക്സും 90 കൂടെ ആഡ് ചെയ്തിട്ട് 180 നിന്ന് മൈനസ് ചെയ്യണം. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും സം എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 നിന്നും ഈ പറഞ്ഞ എക്സ് പ്ലസ് 90 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 90 മൈനസ് എക്സ് കിട്ടും അല്ലേ. ആംഗിൾ ഒ സി എ സീക്വൽ ടു ആംഗിൾ ബി സി ഒ, ഇത് രണ്ടും ഈക്വലാണ്. എന്താ കാരണം, 180 മൈനസ് എക്സ് പ്ലസ് 90 അല്ലേ. 180 മൈനസ് എക്സ് ഇവിടെ മൈനസ് 90 വരും. അപ്പോൾ 180 നിന്ന് 90 മൈനസ് ഇപ്പോൾ 90, ഇവിടെ മൈനസ് എക്സ് കിട്ടും. 90 മൈനസ് എക്സ് കിട്ടും, 90 മൈനസ് എക്സ് എന്നാണ് അല്ലേ. 90 മൈനസ് എക്സ് കിട്ടും, അത് കിട്ടി. ഇനി അടുത്തത് ഒ സിയും ഈക്വൽ അല്ലേ. ഈ ഒ സിയും ഈക്വലാണ്. എന്താ കാരണം, ഒ സി ഈസ് ഈക്വൽ ടു ഒ സി, കാരണം രണ്ടിൻ്റെയും കോമൺ സൈഡാണ്, രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് അല്ലേ. ഇവിടെ one side and two angles of a triangle are equal to one side and two angles of another triangle. ശരിയല്ലേ? one side and two angles of one triangle are equal to one side and two angles of another triangle. Therefore triangles are equal triangles. These two triangles are equal triangles. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? Two triangles are equal triangles. Why? Because one side and two angles of one triangle are equal to one side and two angles of another triangle. Therefore triangles are equal. Triangles ഏതൊക്കെ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് വന്നത്, ട്രയാങ്കിൾ ഒ എ സിയും നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്താണ്, ട്രയാങ്കിൾ ഒ എ സിയും ട്രയാങ്കിൾ ഒ ബി സി അല്ലേ. ആ ട്രയാങ്കിൾ ഒ എ സിയും ട്രയാങ്കിൾ ഒ ബി സിയും ഈക്വലാണ് അല്ലേ. ട്രയാങ്കിൾ ഒ എ സി ആൻഡ് ട്രയാങ്കിൾ ഒ ബി സി are equal triangles. Why? Because അതിന് കാരണം ഇങ്ങനെ എഴുതാം, one side and two angles of one triangle are equal to one side and two angles of another triangle. രണ്ട് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അതിന് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയും. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിൾസ് ആയതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡാണ് ഏത്, എ സിയും ബി സി അല്ലെങ്കിൽ സി എയും സി ബി എന്ന് പറയുന്നത് അല്ലേ. സി എ ഇസ് ഇക്വൽ ടു സി ബി എന്നതിൻ്റെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ. ദെർഫോർ സി എ ഇസ് ഇക്വൽ ടു സി ബി ബൈ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദ ഈക്വൽ ട്രയാങ്കിൾസ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് അനുകൂലമായി വരുന്ന സൈഡുകൾ. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. ട്രയാങ്കിളിൻ്റെ ഈക്വൽ ട്രയാങ്കിൾ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഹെൻസ് ഇറ്റ് പ്രൂവ്ഡ് എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ദിസ് ഈസ് അവർ ആൻസർ. നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. ഇൻ ദ പിക്ചർ the horizontal lines at the top and bottom are parallel. Prove that the yellow and red triangles are of the same area. ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്, അടിയിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് ടോപ്പിലെയും ബോട്ടമിലെയും ഹൊറിസോണ്ടൽ ലൈൻസ് അതിൽ പാരലൽ ലൈൻസ് ആണ്. നമ്മൾ ഈ യെല്ലോ ട്രയാങ്കിളിൻ്റെയും റെഡ് ട്രയാങ്കിളിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ലുക്ക് ഹിയർ. ഇതാണ് യെല്ലോ ട്രയാങ്കിൾ, ഇത് റെഡ് ട്രയാങ്കിളും. ഇതിൻ്റെ ഏരിയാസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ദ സെയിം ഏരിയ. പഠിച്ചിട്ടുണ്ടോ?
triangles with the same base and the third vertex on a line parallel to the base, have the same area. മനസ്സിലായോ? ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ്. ഇത് രണ്ടിനും ഒരേ ബേസാണ്. ഈ രണ്ട് ട്രയാങ്കിളാണ്. ഈ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളും ഒരേ ബേസാണ്. അതുപോലെ തേർഡ് വെർട്ടെക്സ്, ഈ തന്നിരിക്കുന്ന വെർട്ടെക്സ്, മൂന്നാമത്തെ വെർട്ടെക്സ്, ഇത് രണ്ടും ഓരോ വെർട്ടെക്സാണ്. മൂന്നാമത്തെ വെർട്ടെക്സ് രണ്ടിൻ്റെയും അല്ലേ ഈ തന്നിരിക്കുന്ന ബേസിന് പാരലായിട്ടുള്ള ഈ ലൈനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളിനും ഒരേ ഏരിയ ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ പറഞ്ഞത്? ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നു. Triangles with the same area, same base, and the third vertex on a line parallel to the base have the same area. അതുകൊണ്ട് ട്രയാങ്കിൾ ACB, അത് നമുക്ക് പേര് കൊടുക്കാം. ട്രയാങ്കിളിന് എ എന്നും ഇത് സി എന്നും ഇവിടെ അല്ലേ ബി എന്നും കൊടുക്കാം. ഇത് ഡി എന്നും കൊടുക്കാം. ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇ എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ഏരിയ ഓഫ് ട്രയാങ്കിൾ BDA, ഏരിയ ഓഫ് ട്രയാങ്കിൾ ACBയും ഏരിയ ഓഫ് ട്രയാങ്കിൾ BDAയും രണ്ട് ട്രയാങ്കിളുണ്ട്. ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയാസ് ഇവിടെ ഈക്വലാണ്. മനസ്സിലായോ? രണ്ട് ട്രയാങ്കിൾ ഏരിയാസ് ഈക്വൽ ആവാൻ കാരണം എന്താ? ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ദ സെയിം ഏരിയ എന്നുള്ള കോൺസെപ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലേ? മനസ്സിലായോ? അതുകൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB, ഏരിയ ഓഫ് ട്രയാങ്കിൾ ACB is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ BDA. ഇതിൻ്റെ ഏരിയാസ് ഈക്വലാണ്. ACBയുടെ ഏരിയയും അതുപോലെ BDAയുടെ ഏരിയയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. അല്ലേ? ഈ ട്രയാങ്കിൾ AEB എന്ന് പറയുന്നത്, ഈ AEB എന്ന് പറഞ്ഞാൽ കോമൺ പോർഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ പോർഷനാണ്. ACB അതുപോലെ തന്നെ ADB എന്ന രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ACB കോമൺ പോയിൻ്റാണ്. അതാണ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ പോയിൻ്റാണെന്ന് മാറ്റിക്കഴിഞ്ഞാൽ മനസ്സിലായോ? നമുക്കെന്ത് കിട്ടും? ട്രയാങ്കിൾ ACE = ട്രയാങ്കിൾ ഇത് കിട്ടും BDE എന്നും കിട്ടും. മനസ്സിലായോ? അപ്പം അതിൻ്റെ കോമൺ പോയിൻ്റ് AC നമ്മൾ അത് മാറ്റുകയാണ്. മനസ്സിലായോ? ട്രയാങ്കിൾ AEB ഈ രണ്ട് ട്രയാങ്കിളും ഇതിനോട് ഈ കോമൺ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ട്രയാങ്കിൾ AEB is the common point. Therefore final answer area of ട്രയാങ്കിൾ എന്താണ്? ഏതിൻ്റെ ഏരിയയാണ്? ട്രയാങ്കിൾ ACE. അതാണ് യെല്ലോ. ട്രയാങ്കിൾ ACE ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതാണ് റെഡിൻ്റെ ഏതാണ്? ട്രയാങ്കിൾ BDE ഉണ്ട് ഈക്വലാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ACE ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈക്വലാണ്. കോമൺ പോർഷൻ മാറ്റിയത്. ഇത് നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ ഇങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ഭാഗങ്ങളെ കാണുള്ളൂ. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ കോമൺ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യെല്ലോ ഭാഗവും റെഡ് ഭാഗവും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ യെല്ലോയുടെയും റെഡിൻ്റെയും ഏരിയാസ് ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് അവർ ആൻസർ. കേട്ടോ? ഓക്കെ.